ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എന്നാണ് നിങ്ങൾക്ക് വിശേഷമൊക്കെ നോക്കി. നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 1 പേജ് നമ്പർ 23 എക്സാമ്പിൾ ആണ്. എക്സസൈസ് തുടങ്ങിയിട്ടില്ല. In a class 40 students, 1/5 of total like to study English, 2/5 of total like maths, remaining like science. How many like English? How many like maths? And third question, what is the fraction of total students like science? 3 questions ഉണ്ട്. ടോട്ടൽ സ്റ്റുഡൻസ് നമ്മൾ സ്റ്റെപ്പ് എഴുതുവാണ്. ടോട്ടൽ സ്റ്റുഡൻസ് എത്രയുണ്ട്? ടോട്ടൽ സ്റ്റുഡൻസ് 40 സ്റ്റുഡൻസ് ഉണ്ട്. അതില് 1/5 ഓഫ് ടോട്ടൽ ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൗ മെനി ലൈക്ക് ഇംഗ്ലീഷ്? അപ്പൊ നമ്മൾ എന്നാ എഴുതും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് ഇംഗ്ലീഷ്. എത്രയുണ്ട്? അവരുടെ ഫ്രാക്ഷൻ എത്രയാണ്? 1/5 ഓഫ് ടോട്ടൽ. കണ്ടോ, 1/5 ഓഫ് ടോട്ടൽ. 1/5 ഓഫ് ടോട്ടൽ എത്രയാണ്? 40. നല്ലൊരു പറഞ്ഞ 1/5 ഓഫ് എന്ന് നമുക്കറിയാം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് 1/5 ഇൻറ്റു 40. ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലല്ലോ, ഇവിടെ ഇതൊരു ഹോൾ നമ്പർ ആണ്. ഞാൻ 1 അങ്ങ് ഇടുക. എന്ത് ചെയ്യാൻ പോവാ? 1 ഇൻറ്റു 40 ഇങ്ങനെ ചെയ്യാം. 5 ഇൻറ്റു 1 5. ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. എത്രയാണ്? 8 ഇൻറ്റു 5 ആണ് 40. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 1 വരും, 8. അപ്പോൾ ആൻസർ 8/1 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണ്? 8 സ്റ്റുഡൻറ്. അല്ലെ മുമ്പ് പറഞ്ഞ പോലെ 1/5 ഇൻറ്റു 40/1. ഞാൻ രണ്ടും ചെയ്ത് കാണിക്കും. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതിനു വേണ്ടിയാ കേട്ടോ. അപ്പൊ നോക്കിയേ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും 5ന്റെ മൾട്ടിപ്പിളാ. 5ഉം 40. അപ്പൊ 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം രണ്ടിനെ. 5 ഇൻറ്റു 1 5. 5 ഇൻറ്റു 8 40. കണ്ടോ, 1 ഇൻറ്റു 8 8. 1 ഇൻറ്റു 1 1. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 8/1 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ എത്ര സ്റ്റുഡൻസിന് ഇത് ഇഷ്ടമാണ്? ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക്? ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് ഏതാണ്? ഇംഗ്ലീഷ് 8 സ്റ്റുഡൻസ്. അങ്ങനെയാണെങ്കിൽ അടുത്തതോ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലൈക്ക്. അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? മാത്സ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് മാത്സ് എത്രയാണ്? 2/5 ഓഫ് ടോട്ടൽ ലൈക്സ് മാത്സ്. അപ്പം നമ്മൾ എന്നാ എഴുതൂടെ? 2/5 ഓഫ് ടോട്ടൽ. ടോട്ടൽ നമുക്കറിയാം 40. മുമ്പത്തെ പോലെ തന്നെ 2/5 ഇൻറ്റു 40. ഒന്നില് ഇങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 40 80. 1 ഇൻറ്റു 5 5. 18 5ഉം 5ന്റെ മൾട്ടിപ്പിൾസാ. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ, അവിടെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 80യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 5 30. കണ്ടോ, എത്ര സ്റ്റുഡൻസിനാണ്? 16 സ്റ്റുഡൻസ് ലൈക്ക് മാത്സ്. അല്ലാതെ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഇവിടെ നോക്കി, 5ഉം 40 ഇവിടെ 1 8. കണ്ടോ, ഇപ്പൊ സിമ്പിൾ അല്ലേ? 8 ഇൻറ്റു 2 16. 1 ഇൻറ്റു 1 1. 16/1 = 16 എന്ന് കിട്ടും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് മുമ്പേ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? 8 സ്റ്റുഡൻസ് അല്ലേ? 8 സ്റ്റുഡൻസ് ഇംഗ്ലീഷും 16 സ്റ്റുഡൻസിന് മാത്സും. ഇതിലവർ പറയുന്നുണ്ട് റിമൈനിങ് ലൈക്ക് സയൻസ്. അപ്പം സയൻസ് ഉള്ളവർക്ക് എത്ര എണ്ണം കാണും? എത്ര പേർക്ക് സയൻസ് ഇഷ്ടം ഉണ്ടായിരിക്കും? ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് സയൻസ് എത്രയാ? മൊത്തം എത്രയാണ്? 40. അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? ഇംഗ്ലീഷും മാത്സും ഇഷ്ടമുള്ളവരെ. അതായത് എത്രയായിരുന്നു? ഇംഗ്ലീഷ് 8ഉം മാത്സ് 16ഉം. അപ്പൊ എത്രയാ? 40 മൈനസ് 24 അല്ലേ? 8ഉം 16ഉം. ബാക്കി എത്രയുണ്ട്? 24 കഴിഞ്ഞാൽ 10 16. ബാക്കി എത്ര പേരുണ്ട്? 16. ഇത് മനസ്സിലായില്ലേ? എത്ര പേർക്കാണ് സയൻസ് ഇഷ്ടമെന്ന്? അതെങ്ങനെ കണ്ടുപിടിച്ചേ? നമുക്ക് മാത്സിന്റെയും
ഇംഗ്ലീഷിനെയും അറിഞ്ഞു 8ഉം 16ഉം ആണ്, 8ഉം 16ഉം ആണെന്ന് നമുക്ക് മനസ്സിലായി. അവരെ തമ്മിൽ ആഡ് ചെയ്തു. ബാക്കിയുള്ളവർക്കല്ലേ സയൻസ് ഇഷ്ടം. അപ്പൊ അത് 14 24 കുറച്ച് 16. നമ്മളോട് ചോദിച്ചത് അവരുടെ എണ്ണമല്ല ചോദിച്ചത്, എത്ര പേർക്കാണ് സയൻസ് ഇഷ്ടം എന്നല്ല ചോദിച്ചത്. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ്? ഇവരുടെ ഫ്രാക്ഷൻ, സയൻസിന്റെ ഫ്രാക്ഷൻ ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് സയൻസ്. ഫ്രാക്ഷൻ ആണ് എഴുതാൻ ചോദിച്ചത്. അപ്പൊ ഇവരുടെ ഫ്രാക്ഷൻ അവരുടെ നമ്പർ എത്രയുണ്ട്? 60. അത് ന്യൂമറേറ്റർ ആയിട്ട് വരും. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന. അപ്പൊ ഡിനോമിനേറ്റർ എഴുതേണ്ടത് ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 40. മനസ്സിലായോ? ഫ്രാക്ഷൻ എഴുതുന്നത് സൂക്ഷിച്ചു വേണം, അവർ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് വേണം. അതായത് ഇവിടെ ചോദിച്ച ഫ്രാക്ഷൻ ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് സയൻസ്, വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ലൈക്ക് സയൻസ്. അപ്പൊ സയൻസ് മാത്രം ഇഷ്ടമുള്ളവരുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു, എത്രയായിരുന്നു? 60. അത് നമ്മുടെ ന്യൂമറേറ്റർ വരും. ഡിനോമിനേറ്റർ വരേണ്ടത് എപ്പോഴാണ്? അവർ ടോട്ടൽ സ്റ്റുഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ വേണം താഴെ എഴുതാൻ. 16/40 എന്ന് എഴുതിയാലും മതി. വേണം നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം, ചെറുതാക്കാം. ഇത് രണ്ടും ആരുടെ മൾട്ടിപ്പിൾസ് ആണ്? 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 2 കൊണ്ട് 2 വരെ ഡിവൈഡ് ചെയ്യാം. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. സെയിം ടൈമിൽ 40യെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 20. തീർന്നോ? ഇല്ല, ഇനി ഡിവൈഡ് ചെയ്യാമല്ലോ. എത്ര കൊണ്ട് തന്നെ? 2 കൊണ്ട്. അപ്പൊ എത്രയാ? 4 × 2 8. ഇവിടെ എത്ര വരും? 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. തീർന്നില്ല, ഇനി ഡിവൈഡ് ചെയ്യാം. ഒരു 2 2ന്റെ മൾട്ടിപ്പിളാ. 4ഉം 10ഉം. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2. 5നെ 2 കൊണ്ട് ഡിവൈഡ് 5. ഇനിയുണ്ടോ? 2ഉം 5 മൾട്ടിപ്പിൾസ് ആണോ? അല്ല. അപ്പം ന്യൂമറേറ്റർ 2 വന്നു, ഡിനോമിനേറ്റർ 5 വന്നു. സിംപ്ലിഫൈ ചെയ്താൽ അവരുടെ ഫ്രാക്ഷൻ എത്രയാണ്? 2/5. ഇനി അങ്ങനെ ഫ്രാക്ഷൻ ചെയ്യാൻ പോയി, സിംപ്ലിഫൈ ചെയ്യാൻ പോയില്ലെങ്കിൽ പോലും നിങ്ങൾ 16/40 എന്ന് കിട്ടിയെങ്കിൽ അവിടെ വെച്ചങ്ങ് നിർത്തിയാലും മതി. ഓക്കെ. പിന്നെ അത്ര കോൺഫിഡൻസ് ഉള്ളവർ അങ്ങനെ ചെയ്ത് പഠിക്കണം. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇപ്പൊ തുടക്കമായിട്ട് വേണ്ട അല്ലേ? 16/40. അപ്പം അതിനെ ഞാൻ നോക്കി, രണ്ടുപേരും ആരുടെയും മൾട്ടിപ്പിൾസ് ആണോ? 2ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് മേളിലും താഴെ 2 വെച്ച്. അപ്പൊ അത് 8ഉം 20യും കിട്ടി. അവർ രണ്ടും പിന്നെ 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 2ന്റെ ടേബിളുള്ളവരാ. പിന്നെ അവർ 2 കൊണ്ട് ചെയ്തപ്പോൾ 4ഉം 10ഉം കിട്ടി. പിന്നെ അവർ 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 2ഉം 5ഉം ഇനിയില്ല. അപ്പൊ നമ്മുടെ 2/5 ആണ് ഇവരുടെ ഫ്രാക്ഷൻ. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പം 1/5 ഓഫ് ടോട്ടൽ ഓഫ് അത് പറയാൻ വേണ്ടിയുള്ള പ്രോബ്ലം ഇല്ല. മൾട്ടിപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ കേസിൽ മാത്രം നമുക്ക് ഫ്രാക്ഷൻ കാണാൻ ചോദിച്ചു. അപ്പൊ ഫ്രാക്ഷൻ കാണുമ്പോൾ നമ്മൾ അവരുടെ എണ്ണം ന്യൂമറേറ്റർ ആയിരിക്കണം. ആരുടെ വെച്ചിട്ടാണ്? ഇവിടെ ടോട്ടൽ സ്റ്റുഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതായിരിക്കണം ഡിനോമിനേറ്റർ. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. വീഡിയോ കാണുക, തന്നെ ചെയ്ത് നോക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക്? ഈ ചെയ്ത രീതി ഇഷ്ടപ്പെട്ടല്ലോ? എളുപ്പമാണ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങളത് ഫോളോ ചെയ്യുക. ഫുൾ മാർക്ക് മേടിക്കുക. താങ്ക് യു.